Hi dears, welcome back to Mayflower. Today we are discussing the film Monsoon Wedding by Meera Nair. Monsoon Wedding എന്ന ഫിലിമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിലെ റിവ്യൂ ആണ്. Monsoon Wedding is a comedy drama film directed by Meera Nair and written by Sabrin Dhawan. Sabrin Dhawan എഴുതി മീര നായർ സംവിധാനം ചെയ്ത സിനിമയാണ് മൺസൂൺ വെഡിങ്. And it depicts romantic entanglements during a traditional Punjabi Hindu wedding in Delhi. ഇതൊരു റൊമാൻറ്റിക് എൻറ്റാങ്കിൾ മീൻസ് റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധത്തിൻ്റെ കഥയാണ്. ഡ്യൂറിങ് എ ട്രഡീഷണൽ പഞ്ചാബി ഹിന്ദു വെഡ്ഡിങ് ഇൻ ഡൽഹിയിലാണ് ഇതിൻ്റെ സെറ്റിംഗ്. ആ ഒരു പഞ്ചാബി വെഡ്ഡിങ് നടക്കുന്നു. പഞ്ചാബി വെഡ്ഡിങ് ട്രഡീഷണൽ പരമ്പരാഗതമായ രീതിയിൽ നടക്കുന്ന ഒരു പഞ്ചാബി കല്യാണം, അതിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. The central part of the film deals with an expensive wedding that takes place in modern Indian society. അതിലെ കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ കേന്ദ്ര കഥ ആധുനിക ഇന്ത്യൻ സമൂഹത്തിൽ നടക്കുന്ന വളരെ ആർഭാടം നിറഞ്ഞ ഒരു കല്യാണമാണ്, ആ ഒരു സെറ്റിംഗ് ആണ്. And Lalit Verma and his family and his wife Pinni have arranged a marriage for their daughter Aditi to Hemant Rai, the son of their family friend who lives in Texas. ഇവിടെ പ്രധാനപ്പെട്ട കഥാപാത്രം ലളിത് വർമ്മ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നി, അവരുടെ മകള് അദിതി. അദിതിയുടെ കല്യാണമാണ്, ഹേമന്തുമായിട്ടാണ് കല്യാണം. ഹേമന്ത് ഫാമിലി ഫ്രണ്ടിൻ്റെ മകനാണ്, ടെക്സാസിലാണ്. ആ ഹേമന്തുമായിട്ട് അദിതിയുടെ കല്യാണം ആ ഒരു സെറ്റിങ്ങിലാണ് ഈ സിനിമ നടക്കുന്നത്. ആൻഡ് അദിതി ഹാസ് നോൺ ഹിം ഫോർ എ ഫ്യൂ വീക്സ്. അദിതിക്ക് അദ്ദേഹത്തെ വളരെ കുറച്ച് നാളുകളായിട്ട് മാത്രമേ അറിയുള്ളൂ, കുറച്ച് നാളുകൾ മാത്രമായിട്ട് ഹേമന്തിനെ അറിയുള്ളൂ. ആൻഡ് ഓൾ ദ റിലേറ്റീവ്സ് കെയിം ദെയർ ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ. ആ ഒരു ഫംഗ്ഷൻ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. ആൻഡ് ലളിത് ആൻഡ് പിന്നി വെർ ഹെൽപ്ഡ് ബൈ പിന്നീസ് സിസ്റ്റർ. പിന്നിയുടെ സിസ്റ്റർ, അതേപോലെ അവരുടെ ഹസ്ബൻഡ്, അവരൊക്കെ അവിടെ ചേർന്നിട്ടുണ്ട്. അവരൊക്കെയാണ് ഈ കല്യാണത്തിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ. പിന്നി സിസ്റ്റർ ശശി ആൻഡ് ഹെർ ഹസ്ബൻഡ് CL ഓൾസോ അറൈവ്ഡ് ദെയർ ഫ്രം ഒമാൻ. ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് സഹോദരിയായ ശശിയും CL എന്നവരുടെ ഹസ്ബൻഡും ഒമാനിൽ നിന്നാണ് എത്തുന്നത്. ആൻഡ് തേജ് പിന്നി, ലളിത്സ് വെൽത്തി ബ്രദർ ഇൻ ലോ, അറൈവ്സ് ദെയർ ഫ്രം US. തേജ് പിന്നി ലളിത് വർമ്മയുടെ അളിയനാണ്, അതായത് നമ്മുടെ പിന്നിയുടെ സഹോദരൻ. അറൈവ്സ് ദെയർ ഫ്രം US ൽ നിന്നും അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. And Tej is married to Lalit's sister and helped the Verma family to regain their financial stability. ലളിത് വർമ്മയുടെ സഹോദരിയെയാണ് നമ്മുടെ പിന്നീട് സഹോദരൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കല്യാണമാണ്. അങ്ങനെ വളരെ സമ്പന്നനായ തേജ് US ലാണ്. അദ്ദേഹം ഈ ഒരു വർമ്മ ഫാമിലിയെ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതായത് ആദ്യം സമ്പത്തുണ്ടായിരുന്നു, പിന്നീട് കുറച്ച് സാമ്പത്തിക തകർച്ച ഉള്ള ഒരു ഫാമിലിയായി മാറി വർമ്മ ഫാമിലി. ആ ഫാമിലിയെ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വീണ്ടെടുക്കുന്നതിന് സഹായിച്ച വ്യക്തിയാണ് തേജ്. അത്രത്തോളം സമ്പന്നനാണ് അദ്ദേഹമാണ് ഈ ഫാമിലിയെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തത്. ആൻഡ് ആഫ്റ്റർ ദി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ദേ ബിക്കം പെന്നിലെസ് ഫോർ മെനി ഇയേഴ്സ്. ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷന് ശേഷം ഈ ഒരു വർമ്മ ഫാമിലി കുറച്ച് സാമ്പത്തിക പ്രയാസം അനുഭവിച്ചിരുന്നു. ആ ഒരു പ്രയാസം, അതിനെ അതിജീവിക്കാൻ അവരെ സഹായിച്ചത് തേജാണ്. ആൻഡ് തേജ് ഡിക്ലെയർസ് ദാറ്റ് he is ready to pay for Aditi's cousin Riya to attend university in the US after the request of the family. ഈ തേജ് വളരെ സമ്പന്നനാണ്, US ലാണ്. അദ്ദേഹത്തോട് കുടുംബക്കാർ ആവശ്യപ്പെടുന്നു, അതായത് അതിഥിയുടെ കസിനായ റിയയെ US യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ ആവശ്യപ്രകാരം തേജ് പറയുന്നു അവളുടെ അവളുടെ പഠന ചെലവുകൾ മൊത്തം ഞാൻ വഹിക്കാമെന്ന് തേജ് പറയുന്നു. ആൻഡ് Riya and her mother
live with the Verma family after the death of Riya's father. റിയയുടെ അച്ഛൻ്റെ മരണത്തിന് ശേഷം റിയയും റിയയുടെ അമ്മയും ഈ വർമ്മ ഫാമിലിയോടൊപ്പമാണ് താമസിക്കുന്നത്. ആൻഡ് റിയ ബട്ട് സ്റ്റേസ് എവേ ഫ്രം തേജ് ആൻഡ് ഈസ് നോട്ട് കംഫർട്ടബിൾ ഇൻ ഹിസ് പ്രസൻസ്. പക്ഷേ എല്ലാ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വലിയ കാര്യമാണ് തേജിനെ. പക്ഷെ റിയ അദ്ദേഹവുമായിട്ട് അടുക്കുന്നില്ല. അയാളുടെ സാന്നിധ്യത്തിൽ റിയ വളരെ അസ്വസ്ഥയായിട്ട് കാണപ്പെടുന്നു. ആൻഡ് ലളിത് ഫേസസ് ഡിഫിക്കൽറ്റി ഇൻ പേയിങ് ഓഫ് ദ ഫൈനൽ ആൻഡ് സ്മോളർ ഡെറ്റ്സ് ഓഫ് ദ മാരേജ്. ഈ സമയത്ത് ലളിത് വർമ്മയ്ക്ക് കല്യാണത്തിന്റെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ വീട്ടാൻ പ്രയാസപ്പെടുന്നത്. അതായത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന്റെ അവസാന മിനുക്ക് പണിയിലേക്ക് ഏർപ്പെടുമ്പോൾ ആ ഒരു വെഡിങ് സെറമണിയിലേക്ക് അടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നു. ആൻഡ് ഫീൽസ് എംബാരസ്ഡ് ഇൻ ബോറോയിങ് മണി ഫ്രം ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഈ സമയത്ത് റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും ഒക്കെ പൈസ കടം വാങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നു. അതിലാകെ അസ്വസ്ഥനാകുന്നു ലളിത് വർമ്മ. അറ്റ് ദിസ് ടൈം ദ എക്സെൻട്രിക് വെഡിങ് പ്ലാനർ ഡ്യൂബി ഫോൾസ് ഇൻ ലവ് വിത്ത് വർമാസ് മെയ്ഡ് ആലിസ്. ഈ സമയത്ത് ആ ഒരു വെഡിങ് പ്ലാനറാണ്, ആ വെഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആളാണ് ഡ്യൂബി. അതിൻ്റെ ആ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഡ്യൂബി വർമ്മയുടെ വേലക്കാരിയായ ആലിസുമായിട്ട് പ്രണയത്തിലാകുന്നു. ആൻഡ് റിയ വിറ്റ്നസസ് തേജ് ഗ്രൂമിങ് എ യങ്ങർ റിലേറ്റീവ് 10 year old ആസിയ. ഈ സമയത്ത് റിയ കാണുന്നു 10 വയസ്സുള്ള ആസിയ എന്ന അവിടുത്തെ ഒരു ആ ഫാമിലി മെമ്പറായിട്ടുള്ള ആ കുട്ടിയുമായിട്ട് ഒരു ചുറ്റിക്കളി നടത്തുന്നത്. തേജ് ഒരു ഒറ്റയ്ക്ക് ആ കുട്ടിയെ അങ്ങനെ കൂട്ടിപ്പോകുന്ന അങ്ങനത്തെ ഒക്കെ ഒരു സീന് റിയ കാണുന്നു. ആൻഡ് Aditi's younger brother Varun plans an elaborate dance for the pre-wedding party with the cousin ആയിഷ. ഈ സമയത്ത് ആയിഷ എന്ന കസിനുമായിട്ട് നമ്മുടെ വരുൺ അതിഥിയുടെ ഇളയ സഹോദരനാണ്. അയാളൊരു ഡാൻസ് പാർട്ടി, ഒരു ഡാൻസ് അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തുന്നു. പ്രീ വെഡിങ് സെറമണിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ബട്ട് ലളിത് ഫീൽസ് ദാറ്റ് ഹിസ് സൺ ഈസ് ബിക്കമിങ് ടു എഫിമിനേറ്റ് ആൻഡ് സോ പ്ലാൻസ് ടു സെൻഡ് ഹിം ടു ബോർഡിംഗ് സ്കൂൾ. പക്ഷേ ഈ സമയത്ത് ലളിതിന് തോന്നുകയാണ് തൻ്റെ മകൻ ആൾ ശരിയല്ല, അത് മാത്രമല്ല ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ഉത്തരവാദിത്വ ബോധമൊന്നുമില്ല, അതുകൊണ്ട് അവനെ ബോർഡിംഗ് സ്കൂളിലാക്കണമെന്ന് തീരുമാനിക്കുന്നു. ആൻഡ് ഡ്യൂബീസ് വർക്കേഴ്സ് സീ ആലിസ് ട്രൈങ് ഓൺ അതിഥീസ് വെഡിങ് ജ്വല്ലറി ആൻഡ് അക്യൂസസ് ഹെർ ഓഫ് സ്റ്റീലിംഗ്. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ആ മാരേജിനിടയിൽ നടക്കുന്ന ആ ഒരു മാരേജ് ഫംഗ്ഷനിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിക്കുന്നത്. ഈ സമയത്താണ് ഡ്യൂബി എന്ന് പറയുന്നത് മാരേജ് പ്ലാനറാണ്. അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ കാണുന്നത് ഡ്യൂബിയുടെ കാമുകി, അതായത് വർമ്മയുടെ വേലക്കാരിയാണ് ആലിസ്. അവള് അതിഥിയുടെ ആഭരണങ്ങൾ ഇട്ട് നോക്കുന്നത് കാണുന്നു. ആഭരണങ്ങളൊക്കെ എടുത്തു നോക്കുന്നതും അതുമായിട്ട് കാണുന്നു. ആൻഡ് ദേ അക്യൂസസ് ഹർ ഓഫ് സ്റ്റീലിംഗ്. അവർ വിചാരിക്കുന്നത് അവൾ വേലക്കാരിയാണ്, അതുകൊണ്ട് ഈ ഓർണമെന്റ്സ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുന്നതാണ് എന്ന് പറഞ്ഞു പരത്തുന്നു. ആൻഡ് ഇറ്റ് മെയ്ഡ് ഹർ ടു വിഡ്രോ ഫ്രം ഡ്യൂബി ആൻഡ് ഹി ഗ്രോസ് ഡിപ്രസ്ഡ്. ഈ സമയത്ത് ആലിസ് ആകെ തകർന്നു പോകുന്നു. ആലിസ് ഡ്യൂബിയിൽ നിന്നും അകന്നു മാറുന്നു. അത് അദ്ദേഹത്തെ മാനസികമായിട്ട് വളരെയധികം വേദനിപ്പിക്കുന്നു. അതിഥി എ ഫ്യൂ ഡേയ്സ് ബിഫോർ ഹർ വെഡിങ് സ്ലീപ്സ് വിത്ത് ഹർ ഓൾഡ് ലവർ ഹർ മാരീഡ് ബോസ് വിക്രം ആൻഡ് കൺഫസസ് ദിസ് ടു ഹേമന്ത്. അതിഥി ഹേമന്തുമായിട്ട് കല്യാണം നിശ്ചയിച്ച പെൺകുട്ടിയാണ്. കല്യാണം ഏകദേശം കല്യാണത്തിൻ്റെ ദിവസം അടുത്തെത്തി. പക്ഷെ കല്യാണ ദിവസത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവളുടെ പഴയ കാമുകനായ അവളുടെ ബോസായിരുന്നു വിക്രമുമായിട്ട് റൂം ഷെയർ ചെയ്യുന്നു. അങ്ങനെ അയാളുമായിട്ട് കിടക്ക പങ്കിടുന്നു. ആൻഡ് ഇത് ഹേമന്തിനോട് അവൾ പറയും, ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ഹേമന്തിനോട് പറയുന്നു. ആൻഡ് ഹേമന്ത് ഗോട്ട് ആംഗ്രി അറ്റ് ഹെർ ഇൻ ദ ബിഗിനിങ് ബട്ട് ഫീൽസ് ഗ്ലാഡ് ഫോർ ഹെർ ഓണസ്റ്റി. ഹേമന്തിന് ആദ്യം അവളോട് ഭയങ്കര ദേഷ്യമാവുന്നു, കാരണം ഇങ്ങനെ ഒരു ചതിയാണ് ചെയ്തത് എന്ന് ഭയങ്കര ദേഷ്യത്തിലാകുന്ന ഹേമന്ത് പക്ഷെ പിന്നീട് അവളെ അംഗീകരിക്കുന്നു. കാരണം അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് സത്യസന്ധമായിട്ട് പറയാനുള്ള മനസ്സുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഹേമന്ത് അവളോട് ക്ഷമിക്കുന്നു. ആൻഡ് he feels glad for her honesty and the workers apologize to Alice and she reconcile with Dewby and his workers. നമ്മൾ പറഞ്ഞു ആലിസിൻ്റെ
ആലിസ് അതായത് ഡ്യൂബിയുടെ കാമുകി, അതായത് നമ്മളുടെ ലളിതിൻ്റെ വേലക്കാരി, അവള് അതിഥിയുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന ആ ഒരു വാർത്ത ഡ്യൂബിയുടെ ആൾക്കാർ പറഞ്ഞു പരത്തുന്നു. പക്ഷെ പിന്നീട് മനസ്സിലാകുന്നു അവൾ അങ്ങനെ മോഷ്ടിക്കാൻ വന്നതല്ല, അവളത് നോക്കിയതാണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ആ ജോലിക്കാർ അവളോട് മാപ്പ് ചോദിക്കുന്നു, അവൾ അങ്ങനെ അവരോട് ക്ഷമിക്കുന്നു. അങ്ങനെ വീണ്ടും ഡ്യൂബിയുമായിട്ട് അടുക്കുന്നു. And in the night before the ceremony, Varma refuses to dance as his father asked him, and Aisha performs with the help of Rahul, Vimi's nephew from Australia. ഈ സമയത്ത് മാരേജിൻ്റെ തൊട്ട് തലേ ദിവസം നമ്മൾ പറഞ്ഞു അതിഥിയുടെ ഇളയ സഹോദരൻ വരുൺ ആയിഷയുമായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ തൻ്റെ ഫാദർ അതായത് ലളിത് വർമ്മ ആവശ്യപ്പെട്ടത് പ്രകാരം അതിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ ആയിഷ രാഹുല് പിന്നീട് അനന്തരവനാണ്, ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണ്, അവനുമായിട്ട് ചേർന്ന് ഡാൻസ് കളിക്കുന്നു. And Aditi and Hemant become so close and shares a few good moments which strengthen their faith. അതിഥിയും ഹേമന്തും വളരെയധികം ക്ലോസ് ആയി മാറുന്നു. അതായത് അതിഥി അവളുടെ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് ഹേമന്തിന് പിന്നീട് അവളോട് ഭയങ്കര ഇഷ്ടമാകുന്നു. അങ്ങനെ അവർ കുറേ നല്ല നിമിഷങ്ങൾ ഷെയർ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദെയർ ഫെയ്ത്ത് ഇൻ മാരേജ്. അത് അവരുടെ ആ ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ വിവാഹത്തിലുള്ള ആ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. തേജ് ട്രൈസ് ടു ടേക്ക് ആലിയ ഫോർ എ ഡ്രൈവ് അലോൺ ആൻഡ് റിയ ഓപ്പോസസ് ഇറ്റ്. ഈ സമയത്ത് ആലിയയെ, അവിടെ നമ്മൾ പറഞ്ഞൊരു 10 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പുറകെയാണ് നമ്മുടെ തേജ് നടക്കുന്നത്. ആ കുട്ടിയെ ഒറ്റയ്ക്ക് ഡ്രൈവിന് ഒന്ന് യാത്ര പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തേജ് ശ്രമിക്കുന്നു. ആൻഡ് റിയ ഓപ്പോസിറ്റ്, ഇതിനെ റിയ എതിർക്കുന്നു. ഷീ ടേക്സ് ആലിയ ഫ്രം ഹിം, റിവീലിംഗ് ടു ലളിത് ആൻഡ് അതേഴ്സ് ദാറ്റ് തേജ് ഹാഡ് മോളസ്റ്റഡ് ഹെർ ആസ് ഷീ വാസ് എ ചൈൽഡ്. ഈ സമയത്ത് ആലിയയെ തേജിൽ നിന്നും മാറ്റിക്കൊണ്ടുവരുന്നു. അതായത് തേജ് ആലിയയെ കൂട്ടി ഡ്രൈവിങ്ങിന് പോകാൻ നോക്കുകയാണ്. ഈ സമയത്ത് അയാളിൽ നിന്നും ആ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവരുന്നു. വന്നിട്ട് ലളിതിനോടും മറ്റുള്ളവരോടും പറയുന്നു താൻ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ നശിപ്പിച്ച ആളാണ് തേജ്, അതേ ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ആലിയയെ കൂട്ടുന്നത് എന്ന് പറയുന്നു. ആൻഡ് ലളിത് സിസ്റ്റർ ഡസൻ ബിലീവ് ഹർ അക്യൂസേഷൻസ് ആൻഡ് ഹറാസ് ഹെർ ഇമോഷണലി ആൻഡ് റിയ ലീവ്സ് ദെയർ. ഈ സമയത്ത് ലളിതിൻ്റെ സഹോദരി, അതായത് തേജിൻ്റെ ഭാര്യ, നമ്മൾ പറഞ്ഞു ലളിതിൻ്റെ സഹോദരിയാണ് തേജ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലളിതിൻ്റെ സഹോദരി പറയുന്നു ഇവള് പറഞ്ഞതൊക്കെ തെറ്റാണ്, അങ്ങനെയുള്ള ഒരു മനുഷ്യനൊന്നും അല്ല തേജ് എന്ന് പറയുന്നു. അങ്ങനെ അവളെ ഇമോഷണലി ആയിട്ട്, അവളുടെ പ്രായം അങ്ങനെയാണ്, അവൾ അങ്ങനെ ചട്ടക്കാരിയാണ് ആട്ടക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക്, ഇവളുടെ സ്വഭാവത്തെ കുറ്റം പറയുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും റിയ പോകുന്നു, ആ വീട്ടിൽ നിന്ന് പോകുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ ലളിത് റിക്വസ്റ്റ് റിയ ടു റിട്ടേൺ ടു ദ വെഡിങ്. പിറ്റേ ദിവസം ലളിത് റിയയോട് ആവശ്യപ്പെടുന്നു നീ കല്യാണത്തിന് തിരിച്ചു വരണം എന്ന് പറയുന്നു. ആൻഡ് ഹി റിവീൽസ് ദാറ്റ് ഹി കുഡിൻ ഡിസോണർ തേജ്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നു, കാരണം തേജ് അദ്ദേഹത്തിൻ്റെ ആ വർമ്മ ഫാമിലിയെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ആളാണ് തേജ്. അതുകൊണ്ട് അദ്ദേഹത്തെ മാർത്തൊന്നും പറയാൻ കഴിയില്ല, അദ്ദേഹത്തിനെ ഡിസോണർ ചെയ്യുന്ന, അദ്ദേഹത്തിന് സ്വഭാവത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. ആസ് ഹി ഈസ് ഈസ് ബ്രദർ ലോ, അത് മാത്രമല്ല അദ്ദേഹം ബ്രദർ ലോ ആണ്, അളിയനാണ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ആ കുടുംബത്തോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത കടപ്പാടുള്ള ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. റിയ അഗ്രീസ് ടു റിട്ടേൺ ഫോർ ദ സേക്ക് ഓഫ് അതിഥി. ഈ സമയത്ത് അതിഥിയുടെ കല്യാണമാണ്, അപ്പോൾ തൻ്റെ കസിനാണ്, അപ്പോൾ തീർച്ചയായിട്ടും താൻ വരേണ്ടത് ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് റിയ ആ കല്യാണത്തിന് വരുന്നു. ആൻഡ് ലളിത് അവേഴ്സ് ബിഫോർ ദ വെഡിങ് ആസ്ക്ഡ് തേജ് ആൻഡ് ഹിസ് സിസ്റ്റർ ടു ലീവ് ദ വെഡിങ് ആൻഡ് ഫാമിലി ഹോം. പക്ഷേ ആദ്യം തന്നെ ലളിത് പറഞ്ഞു ഞാൻ തേജിനെ ഒന്നും പറയില്ല, കാരണം അദ്ദേഹം ഇങ്ങനെ ബ്രദറിലാണ്, അത് മാത്രമല്ല നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ കൊണ്ടുവന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞ ലളിത്. പക്ഷേ കല്യാണത്തിൻ്റെ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം തേജിനോടും
ഭാര്യയോടും പറയുന്നു അവിടം വിട്ടു പോകണം, കല്യാണത്തിൽ പങ്കെടുക്കാൻ പാടില്ല, കല്യാണത്തിൽ നിങ്ങൾ പങ്കെടുക്കണ്ട, നിങ്ങൾ ഇവിടം വിട്ടു പോകണം എന്ന് പറയുന്നു. ആൻഡ് ഹിസ് സിസ്റ്റർ ദോ ഇൻസിസ്റ്റ് ഓൺ റിയാസ് അക്യൂസേഷൻസ് ആസ് എ സ്മോളർ വൺ, ഹി സ്റ്റാൻഡ്സ് ഓൺ ഹിസ് ഡിമാൻഡ്. ഈ സമയത്ത് ലളിതിന്റെ സഹോദരി, അതായത് തേജിന്റെ ഭാര്യ പറയുന്നത് ചെറിയ നിസ്സാരമായ കാര്യമല്ലേ, അത് അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിസ്സാരമാണ്, അത് അങ്ങനെ ക്ഷമിച്ചു കളാന്ന് പറയുന്നുവെങ്കിലും ലളിത് പറയുന്നു നിങ്ങൾ നിർബന്ധമായിട്ടും ഈ നിമിഷം ഇവിടെ നിന്ന് പോകണം, ഈ കല്യാണത്തിൽ നിങ്ങൾ പങ്കെടുക്കണ്ട എന്ന് പറയുന്നു. And Aditi and Hemant are married in a rich ceremony, while Dubey and Alice were at the same day in a simple function and later joins with the Verma family. ഈ സമയത്ത് ഇവർ അവിടെ വിട്ടു പോകുന്നു. അങ്ങനെ അതിഥിയുടെയും ഹേമന്തിന്റെയും കല്യാണം വളരെ ആർഭാടമായിട്ട് നടക്കുന്നു. അതേസമയം തന്നെ നമ്മുടെ വെഡിങ് പ്ലാനറായ ഡ്യൂബിയും ലളിതിന്റെ വേലക്കാരിയായ ആലിസും ഒരു ചെറിയ ഫംഗ്ഷനിൽ വിവാഹം കഴിക്കുന്നു. അവർ പിന്നീട് ഈ ഒരു ഗ്രാൻഡ് കല്യാണത്തിൽ അവർ അതിഥികളായിട്ട് പങ്കെടുക്കുന്നു. ആൻഡ് റിയ ഫോക്കസ് ഹെർ പാസ്റ്റ് ആൻഡ് എൻജോയ്സ് ദ ഒക്കേഷൻ. ഈ സമയത്ത് റിയ തനിക്ക് കുട്ടിക്കാലത്തുണ്ടായ ആ ഒരു ദുരനുഭവം അവൾ മറക്കുന്നു. അങ്ങനെ ആ കല്യാണത്തിൽ മെയിൻ ആളായിട്ട് മാറുന്നു. അങ്ങനെ ആ കല്യാണം വളരെ സന്തോഷപൂർവ്വം ആസ്വദിക്കുന്നു. ഇതാണ് ഈ സിനിമ. ഇതിൽ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, പിന്നീട് മൺസൂൺ വെഡിങ് എന്ന ടൈറ്റിൽ ചോദിക്കാം, പിന്നീട് ദ റോൾ ഓഫ് തേജിന്റെ പ്രാധാന്യം, പിന്നീട് സോഷ്യൽ അക്യൂസേഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ സെറ്റപ്പ് ചോദിക്കാം. അതേപോലെ തന്നെ പ്രിറ്റൻഷൻസ്, കാരണം ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ പ്രിറ്റൻഷൻസ് എന്തൊക്കെയാണ്. തേജിനെ നമ്മൾ ആരും അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ആദ്യമേ നമ്മൾ പറഞ്ഞു തേജ് മറ്റുള്ളവരുടെ മറ്റുള്ള മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട് റിയയെ US പഠിപ്പിക്കണം എന്ന്. US യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനുള്ള ചെലവുകൾ തേജ് വഹിക്കാമെന്ന് പറയുന്നു. പക്ഷേ എല്ലാവരും ഹാപ്പി ആവുന്ന സമയത്ത് റിയ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നില്ല. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രസൻസിൽ അവൾ അസ്വസ്ഥമാവുകയാണ് ചെയ്യുന്നത്. അപ്പോഴൊന്നും ഈ ഒരു മൊളസ്റ്റിങ് അല്ലെങ്കിൽ ആ ഒരു ഇവളെ സെഡ്യൂസ് ചെയ്ത ആ ഒരു കാര്യം ആരും അറിയുന്നില്ല. ഇയാള് എല്ലാവരുടെയും മുന്നിൽ തേജ് വളരെ മാന്യനായ വ്യക്തിയാണ്. അങ്ങനെയുള്ള ആ പാട്രിയാർക്കൽ സൊസൈറ്റിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഫിലിമിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.